സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 സഹായനാഥേ കാരുണ്യം പൂന്തണലായി ചൊരിയുമമ്മേ കനിവിൻ്റെ നാഥേ നിറവിൻ്റെ അമ്മേ കനിവിൻ്റെ നാഥേ നിറവിൻ്റെ അമ്മേ മാധ്യസ്ഥ്യം ഞങ്ങൾക്കായി ഏകിടു നീ മാധ്യസ്ഥ്യം ഞങ്ങൾക്കായി ഏകിടു നീ. മാതാവേ മാതാവേ നിത്യസഹായ മാതാവേ 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 നിത്യസഹായ മാതാവേ. ദൈവത്തിൻ പുത്രൻ ജാതനാകാൻ ആകതാരൊരുക്കി നീ കാത്തിരുന്നു. ദൈവത്തിൻ പുത്രൻ ജാതനാകാൻ ആകതാരൊരുക്കി നീ കാത്തിരുന്നു. സഹന വഴികളിൽ സ്നേഹനാളമായി സഹന വഴികളിൽ സ്നേഹനാളമായി കർത്താവിൻ ദാസിയായി മാറിയല്ലോ. മാതാവേ മാതാവേ
മാതാവേ മാതാവേ മാതാവേ നിത്യസഹായ മാതാവേ നീതിയാൽ മിന്നുന്ന പൈതലിനെ കരതാരു നൽകി നീ താങ്ങിയല്ലോ. നീതിയാൽ മിന്നുന്ന പൈതലിനെ കരതാരു നൽകി നീ താങ്ങിയല്ലോ. സ്നേഹചുംബനം നൽകി മൂർധാവിൽ, സ്നേഹചുംബനം നൽകി മൂർധാവിൽ എന്നെന്നും പാലിക്കും നാഥയവൾ. അമ്മേ നിത്യസഹായനാഥേ, കാരുണ്യം പൂന്തണലായി ചൊരിയുമമ്മേ. കനിവിൻ്റെ നാഥേ, നിറവിൻ്റെ അമ്മേ, കനിവിൻ്റെ നാഥേ, നിറവിൻ്റെ അമ്മേ, മാധ്യസ്ഥ്യം ഞങ്ങൾക്കായി ഏകിടു നീ, മാധ്യസ്ഥ്യം ഞങ്ങൾക്കായി ഏകിടു നീ. മാതാവേ മാതാവേ നിത്യസഹായ മാതാവേ 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 നിത്യസഹായ മാതാവേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം കുടുംബ വർഷവും. ആത്മീയ യാത്രയിൽ, വിശ്വാസ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, പുണ്യവഴികളിൽ ഏറ്റവും നന്നായി നമുക്ക് ശക്തിപ്പെടുവാനുള്ള ഒരവസരം, ഒരു കാലഘട്ടം ഈ 2 വർഷാചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം ആഘോഷിക്കുകയാണ്. ആ വർഷാചരണങ്ങൾ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ചില ആത്മീയ ആഭിമുഖ്യങ്ങളെ നാം തെളിച്ചെടുക്കുകയാണ് അല്പസമയത്തെ ഈ വചന ശ്രവണത്തിലൂടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. എങ്കിലും കുടുംബവർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2 കാര്യങ്ങൾ മാത്രം വളരെ പ്രത്യേകമായി ഒന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് വിശുദ്ധ യൗസേപ്പിൽ ഉണ്ടായിരുന്ന ജാഗ്രതയും കരുതലുമാണ്. ജാഗ്രതയും കരുതലും. എന്താണ് വിശുദ്ധ യൗസേപ്പിൻ്റെ ജാഗ്രതയുടെ പ്രത്യേകത? എന്താണ് വിശുദ്ധ യൗസേപ്പിൻ്റെ കരുതലിൻ്റെ പ്രത്യേകത? വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജാഗ്രതയുടെ പ്രത്യേകത അത് ഉറക്കത്തിലും ഉണർവിലും ജാഗ്രതയുള്ള ഒരു മനുഷ്യൻ. ഉറക്കത്തിലും ഉണർവിലും ജാഗ്രതയുള്ള ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവ്. നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിനെ നാം കണ്ടുമുട്ടുന്ന, പരിചയപ്പെടുന്ന ഓരോ ഇടങ്ങളിലും അദ്ദേഹം നിദ്രയിൽ നിന്ന് ഉണർന്ന് ഉടൻ തന്നെ
ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു മനുഷ്യനെ നാം കാണുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവീകമായ സാന്നിധ്യവും ദൈവത്തിൻ്റെ സ്വരവും കേൾക്കുവാൻ പാകത്തിൽ ഹൃദയത്തെ തുറന്നു വച്ച, കാതുകളെ കുറിപ്പിച്ചു വെച്ച ഒരു മനുഷ്യൻ. അപ്പോൾ ഉണർവിലും ഉറക്കത്തിലും ജാഗ്രതയുള്ള, കരുതലുള്ള ഒരു പിതാവിൻ്റെ സാന്നിധ്യം കുടുംബവർഷം ആചരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറുന്നില്ല എങ്കിൽ, മുറിവുകളും കുറവുകളും മാത്രമുള്ള ഒരു മരുഭൂമി അനുഭവമായി മാറുന്നുവെങ്കിൽ, വലിയ ഒരു കുരിശ് യാത്രയായി മാറുന്നെങ്കിൽ, ഭാരമായി മാറുന്നെങ്കിൽ, ഞാൻ പറയും അത് ഈ കരുതലും ജാഗ്രതയും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അപ്പനെന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിലൊക്കെയുള്ള പരസ്പരമുള്ള ജാഗ്രത, കരുതൽ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ ജാഗ്രതയും കരുതലും തിരുക്കുടുംബത്തെ, ഉണ്ണി യേശുവിനെ, പരിശുദ്ധ അമ്മയെ, രക്ഷാകര ചരിത്രത്തെ, ഇന്നുവരെയുള്ള സർവ്വ മനുഷ്യരെയും ഒരു പിടി അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന നാം കാണുന്നുണ്ട്. ഒരു പിടി ദുരന്തങ്ങൾ രക്ഷിക്കാൻ നാം കാണുന്നുണ്ട്. അനേക മക്കൾക്ക് അനുഗ്രഹമായി മാറുന്ന നാം കാണുന്നുണ്ട്. തൻ്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീ മറിയം ഗർഭവതിയാണ് എന്നറിഞ്ഞപ്പോൾ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച് അതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. വചനം പറയുന്നു, അവൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു, മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. ജാഗ്രതയുള്ള, കരുതലുള്ള വിശുദ്ധ ഔസേപ്പിതാവ് മറിയത്തെ സ്വീകരിക്കാതിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? രക്ഷാകര ചരിത്രത്തിൻ്റെ, രക്ഷാകര പദ്ധതിയുടെ വഴിത്താരകളിൽ അസാധ്യമായ ഒരു പ്രതിസന്ധി കടന്നു വന്നത്. തീർച്ചയായും ദൈവിക പദ്ധതിയാണ്, നടപ്പിലാക്കപ്പെടാം. എങ്കിലും മാനുഷികമായൊരു ചിന്തയിൽ നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് ഈ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ദൈവത്തിന്, ദൈവപുത്രന് രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ ഭൂമിയിൽ പിറന്നു വീഴുവാനുള്ള ഒരു തടസ്സം, ക്രിസ്തുവിന് ജനിക്കുവാനുള്ള തടസ്സം, അത് ഗർഭവതിയായ പരിശുദ്ധ അമ്മയെ ഔസേപ്പിതാവ് സ്വീകരിക്കുക എന്ന ആ ഒരു കടമ്പ. അപ്പോൾ ദൈവത്തിന്, ദൈവപുത്രന് ജനിക്കുവാനുള്ള തടസ്സങ്ങൾ മാറ്റുന്നു. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ തന്നെ നമ്മൾ 2-ാം അധ്യായം 13-14 വചനങ്ങളിൽ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനശേഷം ഹെരോദോസ് രാജാവ് ക്രിസ്തുവിനെ വധിക്കുവാൻ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ശിശുക്കളെയും കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അറിയിപ്പ് കൊടുക്കുന്നു, ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. അപ്പോൾ തന്നെ, ആ രാത്രി തന്നെ മറിയത്തെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജാഗ്രതയും കരുതലും. അപ്പോൾ ആദ്യത്തെ സംഭവത്തിൽ ക്രിസ്തുവിന് ജനിക്കുവാനുള്ള തടസ്സങ്ങൾ മാറ്റിയെന്ന് പറയുമ്പോൾ, രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത് ജനിച്ച ക്രിസ്തുവിന് ജീവിക്കുവാനുള്ള തടസ്സം മാറുകയാണ്. ഹെരോദോസ് വധിക്കാൻ വരുന്നു, ശിശു വധിക്കപ്പെടും, അവന് ജീവിക്കുവാൻ പറ്റുന്നില്ല, അവൻ്റെ ജീവിതം അപകടത്തിലാണ് തിരിച്ചറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ, ആ രാത്രി തന്നെ വിശുദ്ധ ഔസേപ്പിതാവ് പരിശുദ്ധ അമ്മയെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. വീണ്ടും നാം കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-20 വചനങ്ങളിൽ ഹെരോദോസിൻ്റെ മരണത്തിനു ശേഷം തിരികെ നാട്ടിലേക്ക്, ഇസ്രായേലിലേക്ക്, നസ്രത്തിലേക്ക്, ഗലീലയിലേക്കൊക്കെ പോകാനുള്ള ദൈവത്തിൻ്റെ ദൂതൻ്റെ ആഹ്വാനം.
നിദ്രയിൽ നിന്നുണർന്ന് ശിശുവിനെ കൂട്ടി പോകാനൊരുങ്ങുമ്പോൾ മകൻ അർക്കലാവോസ് ജീവിച്ചിരിക്കുന്നു കരുതുന്നു. വീണ്ടും അവിടെ തന്നെ വസിക്കുന്നു. പിന്നീട് അറിയിപ്പ് ലഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും കൂട്ടി സ്വഭവനത്തിലേക്ക് വരികയാണ്. എന്താണ് ഇവിടെ നാം കാണുന്നത്? ഈജിപ്ത് അടിമത്തത്തിൻ്റെ നാടാണ്. ഈജിപ്ത് അന്യദൈവങ്ങളുടെ നാടാണ്. ദൈവത്തിൻ്റെ പുത്രൻ അടിമത്തത്തിൽ നാട്ടിൽ കഴിയേണ്ടവനല്ല, അന്യദേവങ്ങളുടെ നാട്ടിൽ കഴിയേണ്ടവനല്ല. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി ഇസ്രായേലിലേക്ക്, ഗലീലയിലേക്ക്, നസ്രത്തിലേക്ക് അവൻ തിരികെ വരണം. അങ്ങനെയെങ്കിൽ അവിടെ യേശുവിന് വളരുവാനുള്ള തടസ്സങ്ങൾ നീക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്, ദൈവപുത്രന്, ക്രിസ്തുവിന് ജനിക്കുവാനുള്ള, ജീവിക്കുവാനുള്ള, വളരുവാനുള്ള മനുഷ്യോചിതമായ സാഹചര്യങ്ങളിൽ, ദൈവോചിതമായ സാഹചര്യങ്ങളിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ കുടുംബങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന മക്കളായി ജനിപ്പിക്കുവാനും ജീവിപ്പിക്കുവാനും വളർത്തുവാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ കുടുംബവർഷത്തിൽ ദൈവം നമുക്ക് തരുന്നത് എന്നുകൂടി തിരിച്ചറിയണം. അപ്പോൾ ദൈവത്തിന് ജനിക്കുവാൻ, ജീവിക്കുവാൻ, വളരുവാൻ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് തൻ്റെ കരുതൽ, തൻ്റെ ജാഗ്രത അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റിയ വിശുദ്ധ ഔസേപ്പിതാവ്, വിപത്തുകളെ തടയുന്ന, തടസ്സങ്ങൾ നീക്കുന്ന, അനുഗ്രഹങ്ങൾ വാരിവർഷിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ മാതൃകയും മാധ്യസ്ഥവുമാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ വർഷത്തിൽ കരുതലായി, ജാഗ്രതയായി നാമൊക്കെ സൂക്ഷിച്ചെടുക്കേണ്ടത്, നാമൊക്കെ ഓർത്തെടുക്കേണ്ടത്, നാമൊക്കെ പരിശീലിച്ചെടുക്കേണ്ടത്. വീണ്ടും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷം എന്ന് പറയുമ്പോൾ അത് ഇയർ ഓഫ് സെയിൻറ്റ് ജോസഫ് എന്നാണ് നമ്മൾ പറയുക. ഇയർ ഓഫ് സെയിൻറ്റ് ജോസഫ്. അതിനെയൊന്ന് ഞാൻ ഇയേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് എന്ന ഒരു രീതിയിലേക്ക് ചിന്തിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷം ഇയർ ഓഫ് സെയിൻറ്റ് ജോസഫ്. ഇയേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കാതുകൾ എന്ന ഒരു ട്രാൻസ്ലേഷൻ വരികയാണ്. എന്താ ഇയേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ്? വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കാതുകളുടെ പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അത് എപ്പോഴും ദൈവത്തിന്, ദൈവസ്വരത്തിന് ചെവി കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഉറക്കത്തിലും ഉണർവിലും ജാഗ്രതയുള്ള മനുഷ്യൻ, ദൈവത്തിലേക്ക് ചെവി തുറന്ന മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി ഹൃദയം ഒരുക്കിയിട്ട മനുഷ്യൻ, ഹൃദയം തുറന്നിട്ട മനുഷ്യൻ, ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തൻ്റെ കർമ്മമണ്ഡലങ്ങളെ ഒരുക്കിയിട്ട മനുഷ്യൻ. അപ്പോൾ ഈ ഇയർ ഓഫ് സെയിൻറ്റ് ജോസഫിൽ നാം സ്വന്തമാക്കേണ്ടത് ഇയേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫാണ്. അത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കാതുകളാണ്. ആ കാതുകൾ എപ്പോഴും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ പാകത്തിൽ തുറന്നു വെച്ച ഒരു കാതുകളായിരുന്നു, ഒരു ഹൃദയമായിരുന്നു. അപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കാതുകൾ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഹൃദയം, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കണ്ണുകൾ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കരങ്ങൾ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിത മാതൃക കുടുംബ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ഈ തിരുക്കുടുംബ വർഷത്തിൽ നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹീതമായി മാറുന്നത്. ഇന്നത്തെ മനുഷ്യന് കാതില്ലല്ലോ. കാതുകളില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും ചെവി വേദനയാണ്, എല്ലാവരുടെയും ചെവിക്ക് അസുഖമാണ്. എപ്പോഴും ഇങ്ങനെ ചെവിയും പൊത്തിപ്പിടിച്ച് നടക്കുകയാണ്. എന്താണ്? അവിടെ ചെവിയുടെ സ്ഥാനത്ത് മൊബൈൽ ഫോണായിരിക്കുന്നത്. ചെവിയുടെ സ്ഥാനത്ത് മൊബൈൽ ഫോണായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തെ കണ്ടുകൊണ്ടാവണം ക്രിസ്തു പറഞ്ഞത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഇന്ന് നമുക്ക് ചെവിയുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നത് ചെവിയിലൂടെയല്ല, മൊബൈൽ ഫോണിലൂടെയാണ്. മൊബൈൽ ഫോൺ അതിൽ തന്നെ തിന്മയല്ല, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നാം കാര്യങ്ങൾ അതിനെ നിരീക്ഷിക്കേണ്ടത്. അപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ദൈവസ്വരം ശ്രവിക്കുവാൻ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തതുപോലെ ദൈവഹിതം നിറവേറ്റുവാൻ പരിശുദ്ധ അമ്മ എപ്രകാരമാണോ തന്നെ തന്നെ വിട്ടുകൊടുത്തത്, അതിന് തത്തുല്യമായ രീതിയിൽ തന്നെ തന്നെ വിട്ടുകൊടുത്ത വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃകയാണ് നാം ധ്യാനിക്കേണ്ടത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃക നമ്മൾ അനുകരിക്കുമ്പോൾ, ഈ കുടുംബ വർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ തിരികെ പിടിക്കുവാനുള്ള ഒരു കാലഘട്ടമാണിത്. കരുതലും ജാഗ്രതയും നഷ്ടപ്പെട്ടത് മൂലം നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളെ നമുക്ക് തിരികെ പിടിക്കണം. ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ, അമ്മമാരെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, ഓർക്കുക, ഉറങ്ങുന്ന ഔസേപ്പിതാവ് ഉണർന്നിരിക്കുന്ന ഔസേപ്പിതാവിനേക്കാളും ശക്തനാണ്. ഉറങ്ങുന്ന ഔസേപ്പിതാവ്
ഉണർന്നിരിക്കുന്ന യൗസേപ്പ് പിതാവിനേക്കാളും ശക്തനാണ്. ഇന്ന് നമ്മുടെ പല ദേവാലയങ്ങളിലും ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ തിരുസ്വരൂപം നമ്മൾ പലയിടത്തും വച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊക്കെ ഉറക്കത്തിലും ഉണർവിലുമെല്ലാം ഒരേ ഭാവമാണ്. അതൊരു നിസ്സംഗതയുടെ ഭാവമാണ്, അതൊരു അവിശ്വാസത്തിൻ്റെ ഭാവമാണ്, അത് ഒരു ജാഗ്രത ഇല്ലായ്മയുടെ ഭാവമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതിയെന്ന് കരുതുന്ന ഒരു വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും കുടുംബം അങ്ങ് പൊയ്ക്കൊള്ളും, ജനിച്ചു പോയില്ലേ, ജനിപ്പിച്ചു പോയില്ലേ, അങ്ങ് ജീവിച്ചു പൊയ്ക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയുന്ന ഒരു നിസ്സംഗതയുടെ ഭാവത്തിൽ നിന്നും മാറി കരുതലും ജാഗ്രതയും വീണ്ടെടുക്കുന്ന കുടുംബങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ എത്തിക്കുവാൻ കഴിയണം. കാരണം ഈ ഉറക്കം എന്ന് പറയുന്നത്, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഉറക്കമെന്ന് പറയുന്നത്, അതിൻ്റെ മാഹാത്മ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിന് കണ്ണടച്ചുകൊണ്ട്, ഈ ലോകത്തിൽ നിന്നും കണ്ണടച്ചുകൊണ്ട് ദൈവത്തിലേക്ക് കണ്ണുകളെയും ഹൃദയത്തെയും കാതുകളെയും തുറക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഉറക്കത്തിൻ്റെ മഹത്വമെന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ, കുടുംബത്തിൽ ഒക്കെ ഒത്തിരി ഉറക്കം തൂങ്ങികളുണ്ട്. ഉറക്കം നടിക്കുന്നവരുണ്ട്, ഉറങ്ങുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, കുറേയധികം പേരുണ്ട്. പണ്ടെങ്ങോ കെട്ടുമറന്ന ഒരു നാടകത്തിലെ ഡയലോഗ് ഇങ്ങനെയുണ്ട്: ഉറങ്ങുന്നവനെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവനെയോ. പ്രിയമുള്ളവരെ, ഉറങ്ങുന്നതിനേക്കാളും ഉണർന്നിരിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ അപകടകരമാണ് ഉറക്കം നടിക്കുക എന്നുള്ളത്. അപ്പനെന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ കുടുംബത്തോട്, സമൂഹത്തോട്, വിശ്വാസത്തോട് ചെയ്യേണ്ട കടമകൾ മറന്നുകൊണ്ട്, മറികടന്നുകൊണ്ട് ഉറക്കം നടിക്കുന്ന നിസ്സംഗതയാണ് ഇന്നത്തെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ കാരണം. ഒരുപക്ഷെ പ്രതികരിക്കുന്നവരെക്കാൾ മിണ്ടാതിരിക്കുന്ന നിസ്സംഗരാണ് ഈ സമൂഹത്തിലെ അപകടകാരികൾ. നിശബ്ദരായിരിക്കുന്നവരാണ് ഈ സമൂഹത്തിലെ അപകടകാരികളെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, കുടുംബവർഷത്തിൻ്റെ നമ്മുടെ വെല്ലുവിളി എന്താണ്? അത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, ക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് 3 പേരെയാണ് ഉയർപ്പിച്ചത്. 1 ഒരു ബാലികയെ, 2 ഒരു ചെറുപ്പക്കാരനെ, 3 ലാസറിനെ. ജീവിതത്തിൻ്റെ, മനുഷ്യജീവിതത്തിൻ്റെ 3 കാലഘട്ടങ്ങളിലും പെട്ട 3 പ്രതിനിധികളാണിവർ. ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യങ്ങളെ, യൗവനങ്ങളെ, തുടർ ജീവിതങ്ങളെ കൃത്യമായി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കരുതലിലും ജാഗ്രതയിലും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരികെ പിടിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഈ കുടുംബവർഷത്തിൻ്റെ അനുഗ്രഹവും സമൃദ്ധിയും ഒക്കെ കടന്നു വരുന്നത്. ഇന്ന് ദൈവത്തിലേക്ക് തുറന്നിരിക്കേണ്ട ചെവികൾ, ദൈവത്തെ നോക്കേണ്ട കണ്ണുകൾ, ദൈവത്തെ ഗ്രഹിക്കേണ്ട ഹൃദയങ്ങളൊക്കെ മൂടപ്പെട്ടിരിക്കുന്നു, അന്ധമായിരിക്കുന്നു. ബുദ്ധിയിൽ അന്ധത ബാധിച്ച് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മാത്രം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നമ്മുടെ കുടുംബങ്ങളിൽ, കുടുംബനാഥന്മാരിൽ, ചെറുപ്പക്കാരിൽ നഷ്ടമായി പോകുന്ന വിശ്വാസത്തിൻ്റെ കരുതലും സ്നേഹത്തിൻ്റെ ജാഗ്രതയും ഒക്കെ തിരികെ പിടിക്കണം. ഇന്ന് മനുഷ്യന് ചെവിയില്ല. ചെവിയുടെ സ്ഥാനം മൊബൈൽ ഫോണിനാണ്. പറ്റുമെങ്കിൽ 2 ചെവികളിലും 2 ഫോണും വെച്ച് സംസാരിക്കുവാൻ പാകത്തിൽ അത്രത്തോളം തിരക്കുള്ള മനുഷ്യരായി എന്നുള്ളത്. ദൈവം നിനക്ക് സഹോദരനെ കേൾക്കാൻ, ദൈവത്തെ കേൾക്കാൻ, സമൂഹത്തെ കേൾക്കാൻ തന്നിരിക്കുന്ന ചെവി നീ മൊബൈൽ ഫോൺ വെച്ച് അടച്ചു കഴിയുമ്പോൾ നീ ഈ ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോവുകയാണ്. ചുറ്റുപാടുമുള്ള നിന്റെ സഹോദരൻ്റെ വേദന കേൾക്കുവാൻ, വേദന കാണുവാൻ, വേദന അറിയുവാൻ നീ നിന്റെ ചെവികളെ അടച്ചു കളയുകയാണ്. സ്വാഭാവികമായ, നൈസർഗികമായ, ദൈവീകമായ സാധ്യതകളെ അപരനിലേക്ക് തുറന്നു വിടുവാനും അപരനിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അങ്ങനെ ലാളിത്യത്തോടെ ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കുവാനുമൊക്കെ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ, അത്
അനേകരുടെ അനുഗ്രഹങ്ങൾക്കായി മാറ്റുവാൻ പാകത്തിൽ കരുതലോടെ ജാഗ്രതയോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം,